ഒരു കാലം തിരികെ വരും, ചെറുതൂവൽ ചിരി പകരും, തലോടും താനെ കഥ തുടരും. മലയാള മനസ്സുകളിൽ നിന്ന് കുറച്ചു കാലം വിട്ടുനിന്ന മോഹൻലാൽ മാജിക് കാണികളിൽ ചിരി പടർത്തി ആകാംക്ഷയുണർത്തി വീണ്ടും തിരിച്ചെത്തിരിക്കുകയാണ്. തരുൺമൂർത്തി മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞതുപോലെ വിമർശനങ്ങൾ ഉയരും. ഒരു മൊബൈൽ സ്വൈപ്പിലൂടെ, ഒരു ചെറു പുഞ്ചിരിയിലൂടെ അയാൾ അവയെ മായ്ച്ചു കളയും. അടുത്ത സിനിമകളിലേക്ക് നടക്കും. അയാളിലെ സിനിമയാത്ര വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. അതെ, 2016 പുലിമുരുകനും ഒപ്പവും പോലെ ഇതാ 2025 എമ്പുരാനും തുടരുന്നു. ഒരിടത്ത് സ്റ്റൈലിഷ് അധോലോക നായകന്റെ രംഗപ്രവേശനമാണെങ്കിൽ മറ്റൊരിടത്ത് മണ്ണിൽ ചവിട്ടി നിന്ന് മുണ്ടെടുത്ത തനിനാടൻ മലയാളി. സിനിമാ ലോകത്ത് കേട്ടുപതിഞ്ഞ ഒരു ചൊല്ലുണ്ട്: കോട്ടിട്ട മോഹൻലാൽ കഥാപാത്രത്തെക്കാൾ അപകടകാരി ആ 4ാം ക്ലാസ്സുകാരനാണ്. അതിന്റെ ഫലം മലയാളികൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതുമാണ്. 2022 ഖത്തർ വേൾഡ് കപ്പിലെ അർജന്റീനയുടെ ആദ്യ മത്സരം. കളി കഴിഞ്ഞ ഉടനെ ഉയരുകയാണ് വെർ ഈസ് മെസ്സി എന്ന ചോദ്യങ്ങൾ. എല്ലാം സ്വന്തമാക്കിയ അയാൾ ലോകകപ്പിന്റെ പേരിൽ നിരവധി തവണ വേട്ടയാടപ്പെട്ടു. ഒടുവിൽ ഫൈനൽ മത്സരത്തിൽ കളി ജയിച്ച് കപ്പ് വാങ്ങാൻ മെസ്സിയുടെ ഒരു ഐക്കോണിക് വാക്കുണ്ട്. ഇതിന് സമാനമായാണ് മോഹൻലാലിന്റെ സിനിമാ ജീവിതം. 2018 മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും ചലഞ്ചിങ്ങും ബിഗ് ബഡ്ജറ്റ് സിനിമയുമായിരുന്ന ഒടിയൻ പ്രേക്ഷകരിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല. എന്നാൽ ഒരൊറ്റ പടം കൊണ്ട് തള്ളിക്കളയാനാകില്ല അയാളെ. കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്കായി ഏതറ്റം വരെയും പോകുന്ന അയാളിലെ നടനെ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്. ഒടിയൻ മാണിക്കന്റെ രംഗപ്രവേശത്തിനായി ശരീരത്തിൽ രൂപമാറ്റം വരുത്തിയ മോഹൻലാലിന് നഷ്ടമായത് നിമിഷ വേഗത്തിൽ മിന്നിമറയുന്ന ഭാവങ്ങൾ സൃഷ്ടിച്ചിരുന്ന മുഖമാണ്. ഒരു അഭിനേതാവിന് നേരിടേണ്ടി വരുന്ന സൈബർ ആക്രമണങ്ങൾ, വിമർശനങ്ങൾ ഒരുപാട് തവണ അയാൾ നേരിട്ടിട്ടുണ്ട്, ഇപ്പോഴും നേരിടുന്നു. 1-2 സിനിമകളിലെ അഭിനയത്തിലൂടെ അദ്ദേഹം താൻ എവിടെയും പോയിട്ടില്ലെന്ന് ജനങ്ങളെ കൊണ്ട് പറയിക്കുമ്പോഴും ആരാധകർ കാത്തിരുന്ന അയാളുടെ എക്സ്ട്രീം കംബാക്കിന് സമയമായിരുന്നില്ല. ഫൈനലി ലോകമെമ്പാടുമുള്ള മലയാളികൾ വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ ഒരേ സ്വരത്തിൽ ഒന്നടങ്കം പറയുന്നു: ഞങ്ങൾ കണ്ടു വളർന്ന, കാണാൻ കാത്തിരുന്ന പെർഫോമർ മോഹൻലാൽ ഇതാ തിരിച്ചെത്തിക്കഴിഞ്ഞുവെന്ന്. തരുൺമൂർത്തി പറഞ്ഞതുപോലെ വിമർശനങ്ങൾ അദ്ദേഹം മുഖവിലക്കെടുക്കാറില്ല. ആളുകളുടെ മനസ്സിലേക്ക് വികാരങ്ങൾ കുത്തിയിറക്കുന്ന കണ്ണുകളിൽ പ്രകടമാകുന്ന മാജിക്കിന് ഒരിക്കൽ കൂടി മലയാളം സാക്ഷിയായി. മലയാളത്തിലെ തന്റെ എവർഗ്രീൻ പ്രണയ ജോഡിയായ ശോഭനയ്ക്കൊപ്പം കേരളക്കരയുടെ ലാലേട്ടൻ, മലയാളത്തിന്റെ മോഹൻലാൽ തന്റെ നഷ്ടപ്പെട്ട കിരീടവും ചെങ്കോലും വീണ്ടെടുത്തിരിക്കുന്നു. മോഹൻലാൽ ഇനിയും തുടരും. പ്രായഭേദമന്യേ ആളുകൾ തിയേറ്ററുകളിൽ തിരക്ക് സൃഷ്ടിക്കുന്നു, ബുക്കിംഗ് ആപ്പുകൾ നിറയുന്നു. ഇനി പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. ഡ്രൈവർ ഷൺമുഖനും വില്ലനും അടിപൊളി. ശോഭനന്റെ തിരിച്ചുവരവ് അടിപൊളി, സൂപ്പർ, ഞെട്ടിച്ച്. ഓ, ഇഷ്ടപ്പെട്ടു. പഴയ ശോഭനയല്ലേ? അടിപൊളി പടം. ഇഷ്ടപ്പെട്ടു. നല്ല പടം ഫുൾ ടോട്ടലി എൻജോയ് ചെയ്തു. ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പടം. അടിപൊളി പടം. വീട്ടിലെ പടം ഫസ്റ്റ് വാച്ച്. നല്ല മൂവിയാ. ലാസ്റ്റ് ഭയങ്കര ഇമോഷണൽ ആണ്. ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. മോഹൻലാലും ശോഭനയല്ലേ, കുറെ കാലായില്ലേ, നന്നായിണ്ട്. സൂപ്പർ, അടിപൊളി.